എന്താണ് ഈ ഷിഗല്ല? മഴക്കാലം എന്നത് ഒട്ടേറെ വൈറൽ അഥവാ ബാക്ടീരിയൽ അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ്. കുടലിനെ സാരമായി ബാധിക്കുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഷിഗല്ല എന്നത്. എങ്ങനെയാണ് ഈ ഷിഗല്ല നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? പ്രധാനമായും വൃത്തിഹീനമായ വെള്ളത്തിൽ നിന്നും വൃത്തിഹീനമായ ഭക്ഷണത്തിൽ നിന്നുമാണ് ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ചില സമയങ്ങളിൽ അസുഖബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെ നമ്മുടെ കൈകളിലും മറ്റുമൊക്കെ ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കാം. അതുവഴി കൈ കഴുകാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയ പ്രവേശിക്കുന്നു. വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ഇത് ശരീരത്തെ സാരമായി ബാധിക്കാറുണ്ട്. സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ സ്കൂളുകളിലും ഡേ കെയർ സെൻ്ററുകളിലുമൊക്കെ ഇത് സ്പ്രെഡ് ആകുവാനുള്ള സാധ്യത കുറച്ചധികമാണ്. അതുകൊണ്ട് തന്നെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഡയേറിയോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായും സ്കൂളിൽ വിടാതെ ഇരിക്കേണ്ടതാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്നതിന് ശേഷം ഏകദേശം 1 മുതൽ 3 ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരാറ്. സാധാരണയായി നമ്മൾ കാണുന്ന എല്ലാ ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം പോലെ തന്നെ പനി, ഛർദി, വയറ്റിൽ നിന്ന് അധികമായി പോവുക എന്നതൊക്കെ തന്നെയാണ് ഷിഗല്ലയുടെയും ലക്ഷണങ്ങൾ. ഇങ്ങനെ ഡയേറിയ കണ്ടു കഴിഞ്ഞാൽ പേരൻസ് ആദ്യമായി ചെയ്യേണ്ടത് കുട്ടികൾക്ക് ORS ലൈനി കൊടുക്കുക എന്നതാണ്. നമ്മൾ ഈ കേട്ടുവരുന്ന എല്ലാവിധ കോംപ്ലിക്കേഷൻസും തടയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ORS കുട്ടികൾക്ക് കൊടുക്കുക എന്നത്. ഇനി കുട്ടികൾ ORS കുടിക്കുന്നില്ലെങ്കിൽ തന്നെ ഉപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ ഇളനീർ വെള്ളമോ വെള്ളമോ ഒക്കെ കൊടുത്ത് കുട്ടികളുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ നിലനിർത്തുക എന്നാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്? ഡയേറിയ കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് സാരമായ ഡീഹൈഡ്രേഷൻ, കുട്ടികൾ തീരെ വെള്ളം കുടിക്കാത്ത അവസ്ഥ, മൂത്രം വളരെയധികം കുറഞ്ഞു വരുന്നു, കുട്ടിക്ക് ഭയങ്കരമായ ക്ഷീണം വരുന്നു, കണ്ണ് പൊന്തുന്നില്ല, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ട്രീറ്റ്മെൻറ്റിനോളം പ്രധാനമാണ് ഈ ഷിഗല്ല ബാക്ടീരിയയെ തടയുക എന്നത്. ശുചിത്വം പാലിക്കുക എന്നതാണ് ഈ ബാക്ടീരിയയെ മാറ്റി നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുക, ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മൾ ശുചിത്വം പാലിച്ചാൽ തന്നെ ഈ ബാക്ടീരിയയെ നമുക്കൊരു പരിധിവരെ തടയുവാൻ കഴിയും. ഡയേറിയ എന്നത് സാധാരണഗതിയിൽ കുട്ടികളിൽ കോംപ്ലിക്കേഷൻസ് വരുത്താറില്ല. എന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ മലത്തിൽ രക്തമോ അമിതമായി കഫമോ കാണുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കേണ്ടതാണ്.